കെ.എസ്.ആർ.ടി.സി ബസ് നിർത്തുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം ബിൽ ലഭിച്ച അയ്യപ്പൻ വിളിച്ച സ്വാമിയെ എന്ന വിളി അങ്ങ് സന്നിധാനത്ത് വരെ കേട്ടുകാണും. കാരണം വേറൊന്നുമല്ല, ഒരു ഹോട്ടലിൽ ഊണിന് ഈടാക്കുന്നത് 160 രൂപ വരെയാണ്. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ വന്നിറങ്ങി അയ്യപ്പന്മാർ ഊണ് കഴിയുമ്പോഴാണ് അറിയുന്നത് ഊണിന്റെ വില 160 രൂപയാണെന്ന കാര്യം. 160 രൂപ ഈടാക്കുന്നത് കുത്തരിച്ചോറ്, സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തൊടുകറികൾ എന്നിവ 2 ചെറിയ പാത്രത്തിൽ പായസവും തൈരും കൂട്ടിയുള്ള ഊണിനാണ്. തൈരെന്നത് പേരിന് മാത്രം. ഒരു പാത്രം നിറയെ പച്ചവെള്ളവും അതിന്റെ അടിയിൽ നിന്ന് നേരത്തെ ഒരു പാട പോലെ തൈരുമാണ് കാണാൻ സാധിക്കുന്നത്. ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് അയ്യപ്പന്മാരെയും സാധാരണക്കാരെയും കഴുത്തറക്കുന്ന രീതി തുടരുന്നത് പരിശോധിക്കാനായിട്ട് അധികൃതരും തയ്യാറാവുന്നില്ല. ശബരിമല സീസൺ തുടങ്ങിയതോടുകൂടിയാണ് പല ഹോട്ടലുകളും വില വർദ്ധിപ്പിച്ചു തുടങ്ങിയത്. ശബരിമല സീസൺ തുടങ്ങിയതോടെ മുൻപ് 120 രൂപ വരെ ഉണ്ടായിരുന്ന ഊണിന് ഇന്ന് 160 രൂപയായി കുതിച്ചുയരുകയാണ് ചെയ്തത്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഹോട്ടലുകളിലാണ് കെ.എസ്.ആർ.ടി.സി ബസ് നിർത്തുകയുള്ളൂ. ഈ കാരണത്താൽ ഉയർന്ന വില നൽകി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ് അയ്യപ്പന്മാർക്ക്. ഇനി മറിച്ച് ഊണ് മാറ്റിയിട്ട് മസാലദോശ കഴിക്കാനാണെങ്കിലോ 100 രൂപ നൽകേണ്ട അവസ്ഥയും. വില നിലവാരം 2 ചപ്പാത്തിക്കും കറിക്കും 80 രൂപ എന്നിങ്ങനെയാണ്. കഴിഞ്ഞ മാസമാണ് കെ.എസ്.ആർ.ടി.സി ദീർഘദൂര ബസ്സുകൾക്ക് 24 ഹോട്ടലുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചത്. ശൗചാലയങ്ങൾ അടക്കമുള്ള ഭക്ഷണശാലകളാണ് ഇതിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കെ.എസ്.ആർ.ടി.സി ഇത്തരത്തിലുള്ള ലിസ്റ്റ് തയ്യാറാക്കിയത് ഭക്ഷണം കഴിക്കാൻ ബസ്സുകൾ വൃത്തിഹീനമായ ഹോട്ടലുകളിൽ നിർത്തുന്നുവെന്ന വ്യാപകമായ യാത്രക്കാരുടെ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ്. പക്ഷെ നിർത്തുന്ന ഹോട്ടലുകളിൽ ഈടാക്കുന്ന ഈ കൊള്ളവില കാരണം പലരും ഒരു ചായയോ മറ്റോ കുടിച്ചാലായി. വില കൂടുതൽ കാരണം ഇതുപോലെയുള്ള ഹോട്ടലുകൾക്ക് സമീപത്തുള്ള തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരും ഏറെയുണ്ട്. മറ്റ് വെജിറ്റേറിയൻ ഹോട്ടലുകളിലുള്ള അനുഭവവും വ്യത്യസ്തമല്ല. തീർത്ഥാടന കാലമായതിനാൽ തന്നെ എല്ലാത്തിനും വില വർദ്ധിച്ചിട്ടുമുണ്ട്. ശബരിമല തീർത്ഥാടനവുമായി അനുബന്ധിച്ച് മിക്ക ജില്ലകളിലുള്ള ഹോട്ടലുകളിലെയും വെജിറ്റേറിയൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില നിർണയമായിരുന്നു. എന്നാൽ ചുരുക്കമിടങ്ങളിൽ മാത്രമാണ് ഈ വിലയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് തന്നെ. ഇതുകൂടാതെ പച്ചക്കറിയുടെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹോട്ടലുകൾ വില കൂട്ടിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഹോട്ടൽ നടത്തുന്ന കെട്ടിടങ്ങൾക്ക് ഉയർന്ന വാടക നൽകണം, തൊഴിലാളികളുടെ ക്ഷാമം തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്.